വിശദമായി നോക്കാം. വയനാട് ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 338 ജീവൻ. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മുണ്ടക്കയിൽ റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ ജീവന്റെ സിഗ്നൽ കണ്ടെത്തിയതിനെ തുടർന്ന് രാത്രി വരെ തെരച്ചിൽ തുടർന്നെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. നിലവിൽ എന്താ നമ്മൾ ഫൈൻഡിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഭാഗം പരിശോധിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞത്. അതനുസരിച്ച് പരിശോധന നടത്തി അവിടെ അദ്ദേഹത്തെ നിർഭാഗ്യവശാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആള് സ്റ്റിൽ മിസ്സിംഗ് ആണ്. ഇതിലിപ്പോ നമ്മൾ ഇല്ല എന്നുള്ള കൺഫർമേഷൻ തന്നെയാണ്. ആ ഭാഗത്തില്ല എന്നുള്ള കൺഫർമേഷനിലാണുള്ളത്. അത് നമ്മൾ ആ പടിക്കെട്ടിന്റെ അടിത്തറ വരെ പരിശോധിച്ച് നോക്കി, ഹിറ്റാച്ചി വെച്ച് പരിശോധിച്ച് നോക്കി, ആ ഭാഗത്തില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇദ്ദേഹം ഒരു സാധ്യത പറഞ്ഞത്. ഇതിലെ സാധാരണഗതിയിൽ 4 ദിവസം കഴിഞ്ഞു. അതിന് വിരളമായിട്ടുള്ള ഒരു സാധ്യതയെങ്കിലും അവശേഷിക്കാറുണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ ആളുകൾ. പക്ഷെ നമ്മൾ ഒരു ചാൻസും വിട്ടുകളയാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്നാണ് ശരീരവും ശരീരഭാഗങ്ങളും ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചെറിയ സാധ്യത പോലും തള്ളിക്കളയാതെ സമഗ്രമായ ഒരു പരിശോധനയാണ് ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടരും. പറഞ്ഞത് തവളയുടെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഒരു എക്യുപ്മെന്റ് ആണ്. അതിൽ വരുന്ന സിഗ്നലുകളെ ഇൻഫർ ചെയ്യുന്ന അദ്ദേഹമായിരിക്കും. വീണ്ടും പരിശോധിക്കും. അത് എല്ലാവരും കൂടെ, എല്ലാ ഫോഴ്സുകളും ഉണ്ട്. ആർമിയുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് ഏജൻസികളും ഉണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്നുള്ള തീരുമാനമായിരിക്കും ഇന്നത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഫയർഫോഴ്സിന് ഒരു അഭിപ്രായം പറയാനില്ല. മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടന്നത്. ചൂരൽമലയിൽ നിന്നും ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ചൂരൽമലയ്ക്ക് സമീപം പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടുപോയ 4 പേരെ രക്ഷപ്പെടുത്തി. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരെയാണ് സൈന്യം രക്ഷിച്ചത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. നമ്മൾ ഫയർഫോഴ്സിന്റെ റീജിയണൽ ഓഫീസറുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇനി പരിശോധനയില്ല. കാരണം അവർ സംശയം പ്രകടിപ്പിച്ച ഇടത്ത് നമ്മൾ കൃത്യമായിട്ട് മണ്ണെടുത്ത് പരിശോധിച്ചു. പക്ഷെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഇനി റഡാറിനെ കുറിച്ച് അത് വിദഗ്ധരാണ് പറയേണ്ടത്. അതിന്റെ വിദഗ്ധർ തന്നെ അല്പം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്തതാണ്. ഇനി കൂടുതൽ പരിശോധന അവിടെ നടക്കുമോ എന്ന ചോദ്യത്തിന് അത് എല്ലാ വിഭാഗങ്ങളുമായിട്ട് കൂടിയാലോചിച്ച ശേഷം അത്തരത്തിൽ ഉള്ള ഒരു തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും നിർണായകമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. കാരണം ഈ ഒരു ഫയർഫോഴ്സാണ് ഈ ഒരു ദൌത്യത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന വിഭാഗം. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇനി അവിടെ പരിശോധന ഉണ്ടാകുമോ എന്ന് ഇന്ന് നമുക്ക് വ്യക്തമാക്കാനാകില്ല. പക്ഷേ അവിടെ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത്, പൂർത്തിയായിരിക്കുന്നത്. ഒരു ജീവന് നമ്മൾ നൽകുന്ന വിലയാണ് ഇതെല്ലാം തന്നെ. ഏതെങ്കിലും തരത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം ഈ ഒരു ദൌത്യത്തിന് മറ്റൊന്നും തന്നെ വേണ്ട. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക ആ ഒരു ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ മാത്രമായിരിക്കും, അല്ലാതെ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളുടെ പേരിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത ഉപയോഗിക്കാനാണ് ഇവിടെ സാധ്യമായ എല്ലാ പരിശോധനകളും ചെയ്തിട്ടുള്ളത്. നമ്മളടക്കമുള്ളവർ ഈ ഒരു ദൌത്യത്തിന്റെ കൂടെ ആദ്യ ദിനം മുതലുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈന്യം എടുക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ എടുക്കുന്ന റിസ്ക് നമ്മൾ കാണുന്നതാണ്. അവരുടെ ആത്മാർത്ഥത നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ആ സാധ്യതയെല്ലാം തന്നെ വിനിയോഗിക്കുന്ന, പരിശോധിക്കുന്ന നടപടികൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നിരാശ നൽകുന്നത് അവിടെ ആരെയും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ്. പക്ഷേ ആ എടുത്ത എഫർട്ടിന്റെ പേരിൽ തന്നെ നമ്മൾ ഈ ഒരു എഫർട്ട് എടുക്കാൻ മനസ്സ് കാണിച്ചതിന്, അതിനെടുത്ത ഒരു റിസ്കിനെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. കാരണം അംഗീകരിക്കാതെ വയ്യ. അത് ഒരു ജീവന് നമ്മൾ നൽകുന്ന വിലയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനി ഇവിടെ രക്ഷാപ്രവർത്തനം ആ ഒരു മേഖലയിൽ ഇനിയില്ല. നാളത്തെ കാര്യം അടുത്ത ദിവസം തീരുമാനിച്ച് നടപ്പിലാക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങളുടെ മികവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്വഭാവമാണ്, രീതിയാണ്, അത് അനുവർത്തിക്കുന്ന ഒരു ശൈലിയാണ് നമ്മളിവിടെ കണ്ടത്. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം ഏറ്റവും മികച്ച തരത്തിൽ പൂർത്തിയാക്കണം എന്ന ഒരു ദൃഢനിശ്ചയമാണ് നമ്മുടെ സംഘത്തിനുള്ളത്. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു ഹാഫ് ചാൻസ് പോലും, കേവലമായ ഒരു ചാൻസ് പോലും ഇവിടെ എടുക്കാതിരിക്കുന്നില്ല. സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ 100% ഇവിടെ ആ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ട ആ കാഴ്ചകൾ. അതിന് ഈ ഒരു ഉദ്യോഗസ്ഥരെ നമ്മൾ രാവിലെ മുതൽ കാണുന്നവരാണ്. ഈ ഉദ്യോഗസ്ഥരിൽ പലരും രാവിലെ 6 മണി മുതൽ പല പല മേഖലകളിൽ അതികഠിനമായ തരത്തിലുള്ള ശാരീരിക അധ്വാനമുള്ള തെരച്ചിലും അതുപോലെ തന്നെ മുട്ടറ്റൻ ചളിയിലും വെള്ളത്തിലും ഭക്ഷണമോ വെള്ളമോ സമയത്ത് കിട്ടാതെ അത്രമാത്രം പ്രതിസന്ധികൾ നേരിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് ഇവരൊക്കെ. അവരൊക്കെ ഇത് കഴിഞ്ഞ് തിരിച്ചെത്തി ഈ ഒരു മിഷന് വേണ്ടി വീണ്ടും ഊർജ്ജസ്വലമായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജീവന് നൽകുന്ന വിലയാണ്, നമ്മൾ ജീവനോട് കാണിക്കുന്ന ബഹുമാനമാണ്, ആദരവാണ്. ഇതൊക്കെ തന്നെ എന്താണെങ്കിലും ഇവിടെ വാഹനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്, ഇരുട്ട് പരക്കുകയാണ്. നമുക്കും താഴേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമായി ഇന്ന് നടന്ന തെരച്ചിലിന്റെ ഒരു പൊതുചിത്രമാണ് നമ്മൾ കണ്ടത്. ഇന്ന് വളരെ ഊർജിതമായാണ് ഈ 3 മേഖലകളിലും 6 സോണുകളായി തിരിഞ്ഞുള്ള തെരച്ചിൽ നടന്നത്. അതിലേറെ നിർണായകമായ ഘട്ടമായി മാറിയത് മുണ്ടക്കയിൽ വൈകുന്നേരത്തോടുകൂടി ഒരു മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള തരത്തിൽ ഒരു റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ റഡാർ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ അവിടെ തെരച്ചിൽ നടക്കുന്നു. 6 മണിയോടുകൂടി ആ തെരച്ചിൽ പൂർത്തീകരിച്ച് സംഘം മടങ്ങുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. ആ ജീവനായി അവിടെ മനുഷ്യനാകാം, മൃഗമാകാം, എന്തുമാകാം, പക്ഷെ അവിടെ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവിടെ 9:30 വരെ തെരച്ചിൽ നടന്നിരുന്നു. പക്ഷേ തെരച്ചിലിനൊടുവിൽ അതൊരു ഉഭയജീവി ആകാം എന്നുള്ള അനുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ദൗത്യസംഘം അവിടെ നിന്ന് മടങ്ങിയത്. ഇനി നമ്മൾ ചാലിയാറിലെ തെരച്ചിലേക്ക് കടക്കുകയാണെങ്കിൽ തെരച്ചിൽ നടത്തിയ ചാലിയാറിൽ നിന്നടക്കം കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇന്ന് കണ്ടെത്തുകയുണ്ടായി. തെരച്ചിൽ നാളെയും തുടരും. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട് കാണാം. ഇന്ന് 10 മൃതശരീര അവശിഷ്ടങ്ങളടക്കം ശരീരഭാഗങ്ങളടക്കം 15ഓളം മൃതദേഹങ്ങളാണ് ഇന്ന് ചാലിയാർ പുഴയുടെ വിവിധ മേഖലകളിൽ നിന്നായി കിട്ടിയത്. ഇതിൽ തന്നെ കൈപ്പിനി ഭാഗത്ത് നിന്നായിരുന്നു ഇന്ന് ആദ്യത്തെ മൃതദേഹം ലഭിച്ചത്. പിന്നീട് ഇന്ന് 7:30 വരെ തിരച്ചിൽ തുടർന്നിരുന്നു. ഈ 7:30യോടുകൂടി മൃതദേഹങ്ങളടക്കം 15ഓളം മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചത്. ഒപ്പം തന്നെ ചാലിയാർ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ ഊർജിതമായി തിരച്ചിൽ നടന്നു. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ ഊർജിതമായി തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ വനം വകുപ്പ്, നേവി, പോലീസ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലെ ഈ ചാലിയാർ പുഴ കടന്നു പോകുന്ന പോത്തുകൽ, മുണ്ടേരി ഭാഗത്തെ വനമേഖലയിൽ താമസിക്കുന്ന അവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാർ തുടങ്ങിയവർ ചേർന്നുകൊണ്ട് സന്നദ്ധമായി 10 ടീമുകളായി തിരിഞ്ഞ് ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. ഏകദേശം 40 കിലോമീറ്ററാണ് ചാലിയാർ പുഴ കടന്നു പോകുന്ന മേഖല. ഇവിടെ ഈ 5 കിലോമീറ്ററുകൾ ഇടവിട്ട് ഓരോ ടീമും നിന്ന് അങ്ങനെ ഒരു മൊത്തം അങ്ങനെയായിരുന്നു ഇന്ന് തിരച്ചിൽ ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ആയിരിക്കും തിരച്ചിൽ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുഴയിലായിരുന്നു കൂടുതലായി തിരച്ചിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മുതൽ അത് കൂടുതലായി വനമേഖലകളിലേക്ക്, അതുപോലെ പുഴയുടെ തീരങ്ങളിൽ വന്നടിഞ്ഞ അവശിഷ്ടങ്ങൾ, മരങ്ങൾ, കടപുഴകി വീണ് കുത്തിയൊഴുകി വന്ന മരങ്ങൾ, അതിനിടയിലൊക്കെയാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതലായി തിരച്ചിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മൺകൂനകളിൽ അതിനടിയിൽപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ചാലിയാറിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ സമയം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെയിൽ അടിക്കുമ്പോൾ ഈ മണ്ണ് ഉറച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്നും ഈ മണ്ണിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ മേഖലകളിലായിരിക്കും ഇനിയുള്ള തിരച്ചിൽ നടപടികൾ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മുണ്ടേരി ഫാമിനകത്തോട്ടുള്ള വനമേഖല, അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വന്ന് അടിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലോട്ട് കൂടുതൽ കാര്യമായി തിരച്ചിൽ ഉണ്ടാകും. ഇന്ന് ഇതുവരെ 15 മൃതദേഹങ്ങൾ അടക്കം ഇതുവരെ ചാലിയാറിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് 188 മൃതദേഹങ്ങളാണ്. ഇതിൽ 180 എണ്ണത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 149 എണ്ണം വയനാട്ടിലോട്ട് കയറ്റിവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ള ഇന്ന് അടക്കം ലഭിച്ച മൃതദേഹങ്ങൾ പകുതിയിലധികവും ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ജീർണിച്ചതാണ്. ഈ മൃതദേഹം മുഴുവനായി ലഭിച്ചത് പോലും ജീർണിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ഇനി വയനാട്ടിലോട്ട് കയറ്റി അയക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനം. ഈ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെ ആയിരിക്കും ഇനി സംസ്കരിക്കുക.
അതിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവ ഐഡന്റിഫൈ ചെയ്തിട്ടും ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ ആരുമില്ലാത്തത് അത്തരം മൃതദേഹങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഈ മൃതദേഹങ്ങളുടെ അവരുടെ വിശ്വാസപ്രകാരം ആചാരപ്രകാരം ഇവിടെ അടക്കം ചെയ്യും. അല്ലാത്തവ ബാക്കിയായും നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കും. ഒപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതും ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും ബന്ധുക്കൾ ഏറ്റുവാങ്ങാനുള്ളതും മാത്രമായിരിക്കും ഇനി മുതൽ വയനാട്ടിലോട്ട് അയക്കുക. ഇന്ന് അടക്കം ലഭിച്ച മൃതദേഹങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് 188 മൃതദേഹങ്ങളിൽ 149 എണ്ണം മാത്രമേ ഇപ്പോൾ വയനാട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവ ഇനി ഇവിടെ തന്നെ സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയൊരു പ്രശ്നമുള്ളത് ഈ ചാലിയാർ പുഴ എന്ന് പറയുന്നത് പലരും ആ മേഖലയിലൂടെ കടന്നു പോകുന്ന പലരും കുടിവെള്ളത്തിന് വരെ ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ശുദ്ധജലമാണ് ആ പുഴയിലൂടെ വരുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അതിനായുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരടക്കം നമ്മോട് സൂചിപ്പിച്ചത്. ഇനി അതിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ അവർക്ക് കുടിവെള്ളത്തിനായുള്ള മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നടക്കം ഒരു തവണ തെരച്ചിൽ നടന്ന മേഖലകളിൽ കൂടി തന്നെയാണ് ഇന്ന് തെരച്ചിലുണ്ടായത്. പ്രത്യേകിച്ചും മുണ്ടേരി അതുപോലെ പോത്തുകൽ ഭാഗത്തൊക്കെ ഒരു തവണ തെരച്ചിൽ നടന്നതാണ്. വീണ്ടും ആ ഒരു പ്രദേശങ്ങളിൽ കൂടി തിരച്ചിൽ നടത്തും. ഒരു മൃതദേഹവും അല്ലെങ്കിൽ ഒരു അവശിഷ്ടവും പോലും ഇനി ഇല്ലെന്ന് ഉറപ്പാക്കും വരെ ഈ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വനം വകുപ്പ്, പോലീസ്, നേവി അത്തരം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര്, നാട്ടുകാര്, ആ മേഖലയിലുള്ള ആദിവാസികൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നത്തെ പോലെ തന്നെ കിലോമീറ്ററുകൾ ഇടവിട്ട് ഒരു നിശ്ചിത കിലോമീറ്ററുകൾ ഇടവിട്ട് പല ടീമുകളായി തിരഞ്ഞായിരിക്കും തിരച്ചിൽ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ദുരന്തം അതുകൂടി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് പല ഭാഗങ്ങളിലും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് പോലും ഒരു KCBയുടെ ട്രാൻസ്ഫോമർ എത്ര കുടുംബങ്ങൾക്കായിരുന്നു ഇവിടുന്ന് വൈദ്യുതി കൊടുത്തിട്ടുണ്ട്? ഉദ്യോഗസ്ഥർ നമുക്ക് ചേരുന്നു. ഈ പ്രശ്നം നടന്ന സ്ഥലത്ത് 1000-ലധികം കുടുംബങ്ങൾക്ക് സപ്ലൈ. മുണ്ടക്കയിലാണോ? ഈ മുണ്ടക്കൈ ഒരു 160ഓളം ആളുകൾ വരും. അതിലൊരു 4-5 പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ബാക്കി ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളതിൽ ഒരു 600ഓളം വീടുകൾ മൊത്തം നമുക്ക് ഇന്നലെ ഇപ്പം നമ്മളിവിടെ വന്നിട്ട് കംപ്ലീറ്റ് കണക്കെടുത്ത് പോയി. നമുക്ക് റീഡിങ്ങിന്റെ ഇത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് കിട്ടും. ഒരു 600ഓളം വീടുകൾ നമുക്കിപ്പോൾ ഇവിടെ പോയിട്ടുണ്ടെന്നാണ് ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു അല്ലേ പറഞ്ഞത്? ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ, പിന്നെ ലൈൻ ഇതിലൂടെ ദുരന്തമുഖത്തെ ഓർത്തെടുക്കാൻ റസീന ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ റസീനയുടെ അത്ഭുത അതിജീവനം പ്രചോദനത്തിന്റെ കഥ കൂടിയാണ്. കാണാം. ചൂരിമലയിൽ നിന്നും ഈ ദുരിതത്തിന്റെ ആ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടുക മാത്രമല്ല, ഇവർ 4 കുടുംബമാണ് റസീനത്തയുടെ. അതിൽ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഒപ്പം പോകുന്ന പോക്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ഒഴുകി വരികയായിരുന്ന
2 കുട്ടികളെ കൂടി രക്ഷപ്പെടുത്തിയ റസീനത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും. കാരണം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ ഒരു ദുരന്തം നേരിട്ടവർക്ക് മാത്രമേ അതിന്റെ ഭയാനകത കൃത്യമായിട്ട് മനസ്സിലാകൂ. അപ്പോഴാണ് സ്വന്തം കുട്ടികളെയും ഒപ്പം ഭർത്താവിനെയും മറ്റ് 2 കുട്ടികളെയും കൂടെ ചേർത്തുകൊണ്ട് റസീനത്ത ആ ഒരു ദുരിതത്തെ നേരിട്ട് നമുക്ക് റസീനത്തയിലൂടെ തന്നെ അതിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കാം. റസീനത്ത പറഞ്ഞോളൂ. കാരണം അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം മറ്റ് 2 പേരെ കൂടെ 2 കുട്ടികളെ കൂടി രക്ഷിച്ചത്. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു വലിയ പ്രചോദനം തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു സമയത്തെ നേരിട്ടത്? ഞങ്ങള് 1:45 അപ്പോ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എന്തോ ഒച്ച കേൾക്കണെന്ന്. അപ്പൊ ഞങ്ങൾ നെറ്റി ഉണർന്ന് അപ്പോ പിന്നെ നോക്കിയപ്പോ വെള്ളം നല്ല പാച്ചല് വീടിന്റെ സൈഡ് മൊത്തം വെള്ളത്തിലാണ്. അപ്പോ പിന്നെ എന്റെ കുട്ടികളെ വിളിച്ചപ്പോഴത്ത് അകത്തേക്ക് വെള്ളം ആഞ്ഞടിച്ച് വന്ന് ചെളിയും വെള്ളം കൂടെ അങ്ങനെ ഞങ്ങള് കുടുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കട്ടിലിന്റെ മേലെ കയറി നിന്നപ്പോഴത്തേനും സൈഡിൽ നിന്ന് അൽമറ വന്നിട്ട് മേത്തേക്ക് വീണ് ഞങ്ങൾ ജാമായി. ഞങ്ങൾ ഫോണിൽ എല്ലാവരെയും വിളിച്ചു നോക്കി. ആരും ഫോണെടുക്കുന്നുണ്ടല്ല. അപ്പോൾ പിന്നെ ഭർത്താവ് ഞാൻ വിചാരിച്ചു പുറലോകം ഇനി കാണൂല എന്ന് വിചാരിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമ്മൾ 4 ആളുണ്ടല്ലോ, അപ്പം മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭർത്താവ് ലാസ്റ്റ് നമുക്ക് പോവുകയാണെങ്കിൽ പോട്ടെ, രക്ഷപ്പെടുകയാണ് പെടട്ടെ വള്ളത്തിലൂടെ ഞങ്ങൾ അങ്ങനെ അത് കയറി നീന്തി കറക്കിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് വഴിയിലൂടെ 2 കുട്ടികൾ ഒലിച്ചു വന്നിട്ട് ചളിയിൽ പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പുറത്തുനിന്നൊക്കെ കരയുന്നുണ്ട്, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ 2 കുട്ടികളെ ഞങ്ങൾ രക്ഷിച്ചിട്ട് കരക്ക് അങ്ങനെ റോട്ടിലേക്ക് എത്തി. അങ്ങനെ പിന്നെ നിങ്ങൾ ഈ റോഡിന്റെ ഇപ്പുറം വശത്തേക്കാണ് കടന്നത്. കാരണം നിങ്ങളുടെ വീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ശിവക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ സൈഡിലാണ് ഉള്ളത്. ഞങ്ങൾ എന്നിട്ട് നമ്മളെ പള്ളിയൊക്കെ അല്ലേ ആ ഭാഗത്തേക്കാണ് വന്ന് കയറിയത്. അവിടെ കുറെ ആൾക്കാരുണ്ടായി. അവര് ഈ കുട്ടികളെ ഞങ്ങളെ അടുത്തുനിന്ന് വാങ്ങി പോയി. പിന്നെ ഞങ്ങള് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് മുഖത്ത്. നല്ലൊരു സന്തോഷമാണ്. ഒപ്പം ആ 2 കുട്ടികളെ കൂടെ ചേർക്കാനായത് അത് അതിലേറെ വലിയ സന്തോഷമാണ്. ആ 2 കുട്ടികളെയും കൂടെ രക്ഷിച്ചത് ഭയങ്കര സന്തോഷം. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ആ ഒരു പുഴ കവർന്നെടുത്തു. എങ്കിൽ പോലും ആ രക്ഷപ്പെട്ടവർക്കുള്ള സന്തോഷം അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയവർക്കുള്ള സന്തോഷം വളരെ വലുതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെയൊക്കെ ആ വിഷ്വലൊക്കെ കണ്ടതാണ്. ആ ശിവക്ഷേത്രം നിന്ന സ്ഥലം, ആ അമ്പലം പൂർണ്ണമായിട്ടില്ലാതായി. ആ സ്കൂളിനോട് ചേർന്ന് ഇവരുടെ വീടൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഒരു മനോധൈര്യം കൊണ്ട് കുട്ടികളെയും എടുത്ത് മുന്നോട്ട് വെള്ളത്തിലൂടെ നീങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടി നൽകാനുള്ളത് ഇവരുടെ പുനരധിവാസത്തിൽ എങ്ങനെ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാവുമോ അങ്ങനെ പങ്കാളികളായി ഇവരെ തിരിച്ച് നേരത്തെ എങ്ങനെയാണോ ഇവരൊക്കെ ജീവിച്ചത് അതുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഷബീറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു. വീടുകൾ ഭൂരിഭാഗവും തകർന്നു. പലരെയും കണ്ടെത്താനായിട്ടില്ല. മുൻപ് എങ്ങനെയായിരുന്നു ഇവിടമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് സാഹചര്യം. പുഞ്ചിരിവട്ടത്തേക്കുള്ള വഴിയാണ് ഇനി ഏകദേശം 2 കിലോമീറ്ററോളം അവിടേക്കുണ്ട്. ഇത് മുണ്ടിക്കയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ വലിയ രീതിയിലുള്ള സന്നാഹം, വിപുലമായ പരിശോധനയാണ് നടക്കുന്നത്, തെരച്ചിലാണ് നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ പോലും വളരെ തീർത്തും സൂക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ്. എവിടെയും ചെളിയിൽ കാലുകൾ പുതഞ്ഞു പോകാവുന്ന അവസ്ഥയിൽ അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇവിടെയെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്ന പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്ക് ആ ഉരുൾപൊട്ടി ഒഴുകിയതോ അല്ലെങ്കിൽ ആ പുഴയുടെ ഭാഗമാണ്. കാരണം ഇവിടെ പ്രദേശവാസികൾ പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ഇതിന്റെ എതിർവശത്തല്ല, ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ഒരു ചെറിയ പുഴ ഒഴുകിയിരുന്നത്. അതാണ് ഇത്രയധികം വലിയ വിസ്തൃതിയിൽ പിന്നീട് വലിയ ഉരുൾപൊട്ടൽ വന്നപ്പോൾ അങ്ങനെ മാറി ഒഴുകിയത്. നമ്മൾ ഈ കോളനിയിലേക്ക് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോളനിയിലേക്ക് വരുന്ന റോഡാണിത്. ഈ പുഞ്ചിരിമട്ടം കോളനിയിൽ ഒരുപാട് വീടുകൾ, ചെറിയ 5 സെന്റ് 10 സെന്റ് അതുപോലെ തൊഴിലാളികൾ അടങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ചൂരമല കഴിഞ്ഞ പിന്നെ പുഞ്ചിരിമട്ടാണ് കുറെ കൂടുതൽ വീടുകളുള്ള സ്ഥലം. എത്ര വീടുണ്ടായിരുന്നിരിക്കും ഇവിടെ? ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 10-60 വീടിനടുത്ത് കാണും ഈ ഭാഗത്ത്. 60 വീടിന്റെ ഇതിനപ്പുറത്തേക്കൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വലിയ റിസോർട്ടുകളാണ്. ഇത് ഗവൺമെന്റ് 4 സെന്റ് വീതം 5 സെന്റ് വീതമൊക്കെ മിച്ചഭൂമി കൊടുത്തൊരു ഭാഗമാണിത്.
ഇതിന്റെ മോൾഭാഗത്ത് നമ്മൾ പൊട്ടിയ ഭാഗത്തേക്ക് ജനവാസം ഇല്ലാത്തൊരു ഭാഗമാണ്. ആ മോൾഭാഗത്ത് നിന്നുള്ള ആ മണ്ണ് വന്നിട്ടാണ് ഇങ്ങോട്ട് കടിച്ച് ഇവിടെ വാഷ് ഔട്ട് ചെയ്ത് താഴോട്ട് പോയിട്ടുള്ളത്. ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു അല്ലെ? വീടുകൾ വാഹനങ്ങളൊക്കെ ഉണ്ട്. വരുമ്പോൾ കാറിന്റെയും ജീപ്പിന്റെയൊക്കെ ഭാഗങ്ങൾ അവിടെ ഉണ്ട്. ആ കവുങ്ങിന്റെ താഴേക്ക് ഇവിടെ ഓടിയിരുന്ന ഈ ഭാഗത്തേക്ക് റിസോർട്ടിലേക്ക് വന്നിരുന്ന വാഹനങ്ങളും അത്തരം വാഹനങ്ങളൊക്കെ ഇവിടെ നിരവധി ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ പറയണമെങ്കിൽ, ഇന്ത്യയിൽ തന്നെ പറയണമെങ്കിൽ ഏറ്റവും പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. ജനവാസയോഗ്യം അല്ലെങ്കിൽ പോലും ഇവിടെ പ്രകൃതി ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്തു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുകൂടാതെ ഈ മരിച്ചുപോയുള്ള ആളുകൾ, വീട് പോയുള്ള ആളുകളൊക്കെ ഇവിടെ തന്നെ സ്ഥിരതാമസമുള്ള താഴെ എസ്റ്റേറ്റുകളിൽ താമസിക്കുന്ന വ്യക്തികളാണ്. ഇവിടെ താമസിച്ച് താഴെ ജോലി ചെയ്യുന്ന ആളുകളും ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന കർഷകരുമാണ്, തൊഴിലാളികളാണ്. ഇവിടുന്ന് ഒരുപാട് ആളുകൾ താമസിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പോലും, ചില സ്ഥലങ്ങളല്ലാതെ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല ഈ അവസ്ഥ. ഞങ്ങൾ ഇവിടെ വാഷ് ഔട്ട് പോയി ഇവിടെ കാണുന്നപ്പം ഇവിടെ കാണുന്ന ചാനലിൽ നമ്മൾ കാണുന്ന ക്യാമറയ്ക്ക് പുറകിൽ മുൻപിലും കാണുന്ന വീടുകളെ പോലെ ഇവിടെ ഒരുപാട് കോളനി വീട് പോലെ വീടുകൾ ഉണ്ടായിരുന്നതാണ്. കുറെ മുമ്പ് ഇവിടെ കുറഞ്ഞ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഒരുപാട് ആളുകൾ, കൂടുതൽ ആളുകൾ വന്നിട്ട് വീടുകൾ പോലും ഇടിച്ചു നിരന്ന് ഒലിച്ചു പോയ അവസ്ഥയിലാണ് അല്ലേ? അതെ, ഇവിടെ നമ്മൾ കാണുന്നത് 2 നില വീടാണ് കാണുന്നത്. 2 നില വീട്, അതിന്റെ അടിഭാഗം വേറെ യൂസ് ചെയ്യുന്ന മുകൾഭാഗം, അതിന്റെ അപ്പുറത്തെ ഭാഗമുള്ള വീടുകളൊക്കെ പോയതാ. താഴെയൊക്കെ വീടായിരുന്നു. അതിന്റെ താഴെ വീട് അവിടെ ബേസ്മെന്റ് കാണുന്ന, അവിടെ ഒരു ജീപ്പ് കാണുന്നില്ലേ, അതിനടുത്ത് കാണുന്ന ബേസ്മെന്റ് ഇല്ലേ, മുകളിൽ ബേസ്മെന്റ്, കിണർ കാണുന്ന ബേസ്മെന്റ് കാണുന്ന, അപ്പുറത്ത് വീടിന്റെ ബേസ്മെന്റ് കാണുന്ന, ഇത് വാഷ് ഔട്ടായി പോയി. ഇവിടെ ഉള്ളത് വാഷ് ഔട്ട് പോയതാ. ഇവിടുന്ന് പൂർണ്ണമായിട്ട് ആളുകൾ നേരത്തെ മാറ്റിയിരുന്നല്ലോ അല്ലേ? ആദ്യം തന്നെ ആളുകൾ ഇവിടുന്ന് നേരത്തെ മാറ്റിയിരുന്നല്ലോ. ആളുകളെ പൂർണ്ണമായിട്ട് മാറ്റിയിരുന്നില്ലല്ലോ. ഇതിന് ശേഷം ഈ ബാക്കി എയർലിഫ്റ്റ് ചെയ്തത് ഇവിടെയുള്ള ആളുകളാണ് അധികം എയർലിഫ്റ്റ് ചെയ്തത്. റിസോർട്ടുകളൊക്കെ ഒരുപാട് മുകളിലുണ്ടെന്ന് ഇവിടെ 2 പ്രൈവറ്റ്, കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന 2 വ്യക്തികളുടെ ഫാമുകളാണ്, ഫാം ഹൗസുകളാണ്. 2 നമ്മളെ തൊട്ട മുൻപിൽ കാണുന്ന വലിയ ഫോറസ്റ്റ് പോലെ തോന്നുന്ന ഭാഗം ഈ ഭാഗത്തല്ലേ? ആ ഭാഗത്ത് ഇങ്ങനെ വരാം. ആ കാണുന്നതൊക്കെ അതിലേക്കുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കൂടിയാണ് ഈ കാണുന്ന റോഡ്. മോഹൻലാലിന്റെയും നടൻ വിക്രമിന്റെ എന്നൊക്കെ പറഞ്ഞു. അതെ, ആ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സ്ഥലങ്ങളാണത്. അത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് നമ്മൾ ചൂരമല മുണ്ടക്കായ് ഭാഗത്തുകൂടെ മോൾ ഭാഗത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതേ വഴി പുഞ്ചിരി മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇങ്ങനെ വീണ്ടും ഒരു വഴി ഉണ്ടായിരുന്നല്ലേ? ചെറിയ വഴി. ഇത് എവിടത്തേക്കുള്ള ചെറിയ വഴികൾ ഉണ്ടായിരുന്നു. പുഞ്ചിരി മട്ടം എത്തിക്കഴിഞ്ഞു നമ്മൾ. അവിടെ തന്നെയാണ് അവിടുത്തെ പ്രധാന സ്ഥലമാണിത്. ഇതിന് മുകളിലേക്കും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അവിടെ ജനവാസ മേഖല കുറവാണ്. ഈ ഭാഗത്താണ് കൂടുതലും ഇവിടെ ആളുകൾ താമസിച്ചിരുന്നത്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ റോഡ് ഇവിടെ ഇതുവഴി ഉള്ള റോഡ് ഇവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. ഇതിന്റെ ഇടതുവശത്തേക്ക് താഴേക്ക് നമ്മൾ നേരത്തെ നടന്നു വന്ന റോഡെന്ന് തോന്നിക്കാത്ത ആ പാറക്കല്ലുകൾ, കൂറ്റൻ പാറക്കല്ലുകൾ അടിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് വഴിയും ഒരു ചെറിയ റോഡുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു റോഡ് ഉണ്ട് എന്ന് പോലും തോന്നാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരു കോൺക്രീറ്റ് റോഡ്, ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ ആളുകൾക്ക് എത്താനെങ്കിലും വേണ്ടി പ്രകൃതി തന്നെ ബാക്കി വെച്ചതാകാം അങ്ങനെ ഈ ഭാഗത്ത് ചെറിയൊരു ഭാഗമെങ്കിലും വണ്ടികൾ, ജീപ്പൊക്കെ ഇവിടെ വരുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തെ ബാക്കി പത്രമാണ് നമ്മൾ കണ്ടത്. എന്തായാലും വയനാട് ദുരന്തത്തിൽ ഇന്ന് ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ 338 ജീവനുകളാണ് ഇതുവരെ പൊലിഞ്ഞത്. ഇനിയും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽമലയിലുമായി 200-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളാണ് ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4ാം നാൾ അതീവ വിപുലമായിട്ടുള്ള ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് NDRFന്റെയും സൈന്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കയും ചൂരൽമലയും ഇതേപോലെ തന്നെ പുഞ്ചിരിമട്ടവും ഒക്കെ 6 സോണുകളായി തിരിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരുന്നു ഇന്ന് നടന്നത്. അതേസമയം തന്നെ ചാലിയാർ പുഴയിലും ഒക്കെ തെരച്ചിൽ ഊർജിതമായി ഇന്ന് നടക്കുകയുണ്ടായി. ചാലിയാർ പുഴയിൽ മാത്രം 178 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഒരു പോസിറ്റീവ് സിഗ്നൽ നമുക്ക് ലഭിച്ചത്. മണ്ണിനടിയിൽ മുണ്ടക്കയിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന് റഡാർ സിഗ്നൽ ലഭിക്കുന്നു. അവിടെ വളരെ ഊർജിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. മണ്ണ് മാന്തി ജീവൻ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ജീവനെ പുറത്തെടുക്കാനുള്ള പരിശ്രമങ്ങൾ പരമാവധി നടത്തി. പക്ഷേ 9:30 ആ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ആ തെരച്ചിൽ പൂർണ്ണമായും വിഫലമായി എന്ന് തന്നെ പറയാം. കാരണം മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ ജീവനല്ല, ഒരു ഉഭയജീവി ആകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും തെരച്ചിൽ ഇന്നത്തേക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും ഊർജിതമായ തെരച്ചിൽ വയനാട്ടിൽ ഈ ദുരന്ത ഭൂമിയിൽ പുനരാരംഭിക്കും.
ബാക്കിയുള്ളത് ഇപ്പുറത്തോട്ടേക്കും ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതും നമ്മൾ ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ എങ്ങനെ പുനഃസ്ഥാപിക്കാത്ത ദിവസം എടുക്കും? അങ്ങനെ ഒരു ഈ മാക്സിമം ഈ ഭാഗത്തേക്ക് എല്ലായിടത്തും സപ്ലൈ പോയിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറൊക്കെ സ്ഥാപിക്കുക, ട്രാൻസ്ഫോമർ ഇനി എന്തായാലും പെട്ടെന്ന് സ്ഥാപിക്കും. കാരണം വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ഏപ്പോളും ഇങ്ങോട്ടേക്ക് പാലില്ലാത്തത് കൊണ്ടാണ് ഏപ്പോൾ ഇട്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് പിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഏപ്പോൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് അത് മാക്സിമം പുറത്തേക്ക് കടത്തിയിട്ട് ചൂരൽമല ഭാഗത്ത് ഏകദേശമൊക്കെ വൈദ്യുതി വന്ന് തുടങ്ങി. അങ്ങനെയല്ലേ? ഏകദേശം ഇപ്പൊ ഈ ഫ്ലഡ് നടന്ന ഈ സ്ഥലം മാത്രമേ നമുക്ക് ഒഴിവാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ ക്ലിയർ ചെയ്തു. ഇവിടെ കാണുമ്പോഴൊക്കെ ഈ ഇതെല്ലാം പൊട്ടിക്കിടക്കുന്ന കമ്പികളിലെ പൊട്ടിക്കിടക്കുന്ന കൊണ്ട് അതൊക്കെ മാറ്റി ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസം. അതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ സപ്ലൈ കൊടുക്കും. മാക്സിമം 2-3 ദിവസമായിട്ട് അന്ന് മുതൽ രാവിലെ 6 മണി മുതൽ നമ്മളെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതൽ എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്ത് രാത്രി വരെ 9 മണി വരെ നിന്നിട്ട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് എല്ലാം. എന്താണ് നിങ്ങളുടെ ഒരു ദൌത്യം? എന്താണ് നിങ്ങളുടെ ഇന്നിപ്പോ നൈറ്റ് കഴിഞ്ഞ് ഞാനിവിടെ എത്തി എന്താണെന്നുള്ളത് ഇവരിപ്പോ 2 പേര് ഇവിടത്തേക്കുള്ള സ്റ്റാഫുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരെ കാര്യങ്ങളും കൂടി നോക്കിയിട്ട് ഞാൻ തിരിച്ചുപോയി അവിടെ റിപ്പോർട്ട് ചെയ്യും. മലവെള്ളപ്പാച്ചിലിൽ താഴ്വാരത്തേക്ക് എത്തിയത് വലിയ പാറക്കൂട്ടങ്ങളാണ്. ഭീമാകാരമായ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരവുമാണ്. ചൂരൽമലയിലൂടെ ശാന്തമായി ഒഴുകിയ പുഴയുടെ അവസ്ഥ പാടെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ പുഴ കണ്ടാൽ പാറക്കെട്ടുകളാൽ നിബിഡമായ ഒരു പുഴയായിരുന്നു ഇത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ കാണാം ഒരാൾ പൊക്കത്തേക്കാൾ അല്ലെങ്കിൽ 1-2 ആൾ പൊക്കത്തേക്കാൾ ഉയരമുള്ള വലിയ പാറക്കെട്ടുകളാണ് ഇപ്പോൾ ഈ പുഴയിൽ. നമസ്കാരം. പ്രധാന വാർത്തകൾ നോക്കാം. റഡാർ സിഗ്നൽ ലഭിച്ചിടത്ത് മനുഷ്യ സാന്നിധ്യമില്ല. ഉഭയജീവിയാകാമെന്ന നിഗമനം. രാത്രിയിലെ തെരച്ചിൽ നിർത്തി. തെരച്ചിൽ നാളെയും തുടരും. വയനാട് ദുരന്തത്തിന്റെ ആഴങ്ങൾ അറിഞ്ഞ് 4ാം ദിനം. സോണുകളായി തിരിച്ച മേഖലകൾ അരിച്ചുപിറക്കി ദൌത്യസംഘം. മരണം 338ആയി. ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയത് 172 മൃതദേഹങ്ങൾ. ആശങ്കയായി കാണാതായവരുടെ സംഖ്യ 200-ലധികം പേർ ഇപ്പോഴും കാണാമറയത്ത്. 49 കുട്ടികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തെന്ന് വിദ്യാഭ്യാസ മന്ത്രി. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ നിലമ്പൂരിൽ സംസ്കരിക്കും. ഒരാൾ പൊക്കത്തേക്കാൾ അല്ലെങ്കിൽ 1-2 ആൾ പൊക്കത്തേക്കാൾ ഉയരമുള്ള വലിയ പാറക്കെട്ടുകളാണ് ഇപ്പോൾ ഈ പുഴയിൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത്. ഈ പാറക്കെട്ടുകൾ നീക്കം ചെയ്യുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ജോലിയുമാണ്. മഹാദുരന്തം തുടച്ചു നീക്കിയത് ഒരു പ്രദേശത്തെ ആകെ. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയത് വൻ പാറക്കൂട്ടങ്ങൾ. പാറക്കൂട്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. തെരച്ചിലിന് തടസ്സമായി പ്രതികൂല കാലാവസ്ഥയും തുടരുന്നു. പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ പുതിയ പ്രഖ്യാപനത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. വയനാട്ടിലെ 13 വില്ലേജുകൾ പരിസ്ഥിതി ലോല പരിധിയിൽപ്പെടുമെന്ന് കരട് വിജ്ഞാപനം. പുതിയ പരിസ്ഥിതി ലോല പരിധിയിൽ സംസ്ഥാനത്ത് 9,993 ചതുരശ്ര കിലോമീറ്റർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണം വസ്തുതാവിരുദ്ധമെന്ന് CPM. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ക്യാമ്പയിൻ നടത്താൻ പാർട്ടി. സംസ്ഥാന കമ്മിറ്റി 25 ലക്ഷം രൂപ കൊടുത്തെന്നും സംസ്ഥാന സെക്രട്ടറി. അർണവിന്ന് 2 വർഷമായിട്ട് കൂട്ടിവെച്ച ഒരു കുടുക്കയാണ് നമുക്കിന്ന് വയനാട്ടിലെ ദുരിതബാധിതർക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ദിയാന്റെ ബർത്ത്ഡേ ആണ്. അതിന്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായിട്ട് വേണ്ടിയിട്ട് CMDRFലേക്ക് 25,000 രൂപീസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
ഈ 2 കുട്ടികളും ആക്ച്വലി എല്ലാവർക്കും ഒരു മാതൃകയാണ്. പുതിയ സൈക്കിളും പിറന്നാൾ ആഘോഷവും ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടെന്ന് വെച്ച് കുരുന്നുകൾ. മാതൃകയായത് തൃശൂർ സ്വദേശികളായ അർണവും ദിയയും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി. അർജുനായി ശിരൂരിൽ വീണ്ടും ദൌത്യം. നാളെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടങ്ങും. തീരുമാനം ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ അർജുന്റെ ബന്ധുക്കൾ നാളെ ശിരൂരിലെത്തും. വിശദമായി നോക്കാം. വയനാട് ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 338 ജീവൻ. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മുണ്ടക്കയിൽ റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ ജീവന്റെ സിഗ്നൽ കണ്ടെത്തിയതിനെ തുടർന്ന് രാത്രി വരെ തെരച്ചിൽ തുടർന്നെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. നിലവിൽ എന്താ നമ്മൾ ഫൈൻഡിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഭാഗം പരിശോധിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞത്. അതനുസരിച്ച് പരിശോധന നടത്തി. അവിടെ അദ്ദേഹത്തെ നിർഭാഗ്യവശാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആള് സ്റ്റിൽ മിസ്സിംഗ് ആണ്. ഇതിലിപ്പോ നമ്മൾ ഇല്ല എന്നുള്ള കൺഫർമേഷൻ തന്നെയാണ്. ആ ഭാഗത്തില്ല എന്നുള്ള കൺഫർമേഷനിലാണുള്ളത്. അത് നമ്മൾ ആ പടിക്കെട്ടിന്റെ അടിത്തറ വരെ പരിശോധിച്ച് നോക്കി, ഹിറ്റാച്ചി വെച്ച് പരിശോധിച്ച് നോക്കി. ആ ഭാഗത്തില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇദ്ദേഹം ഒരു സാധ്യത പറഞ്ഞത്. ഇതിലെ സാധാരണഗതിയിൽ 4 ദിവസം കഴിഞ്ഞു. അതിന് വിരളമായിട്ടുള്ള ഒരു സാധ്യതയെങ്കിലും അവശേഷിക്കാറുണ്ട് ഇത്തരം ദുരന്തങ്ങളിലെ ആളുകൾ. പക്ഷെ നമ്മൾ ഒരു ചാൻസും വിട്ടുകളയാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്നാണ് ശരീരവും ശരീരഭാഗങ്ങളും ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചെറിയ സാധ്യത പോലും തള്ളിക്കളയാതെ സമഗ്രമായ ഒരു പരിശോധനയാണ് ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടരും. പറഞ്ഞത് തവളയുടെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഒരു എക്യുപ്മെന്റ് ആണ്. അതിൽ വരുന്ന സിഗ്നലുകളെ ഇൻഫർ ചെയ്യുന്ന അദ്ദേഹമായിരിക്കും. അത് എല്ലാവരും കൂടെ എല്ലാ ഫോഴ്സുകളും ഉണ്ട്. ആർമിയുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് ഏജൻസികളും ഉണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്നുള്ള തീരുമാനമായിരിക്കും ഇന്നത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഫയർഫോഴ്സിന് ഒരു അഭിപ്രായം പറയാനില്ല. മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടന്നത്. ചൂരൽമലയിൽ നിന്നും ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ചൂരൽമലയ്ക്ക് സമീപം പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടുപോയ 4 പേരെ രക്ഷപ്പെടുത്തി. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരെയാണ് സൈന്യം രക്ഷിച്ചത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. നമ്മൾ ഫയർഫോഴ്സിന്റെ റീജിയണൽ ഓഫീസറുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇനി പരിശോധനയില്ല. കാരണം അവർ സംശയം പ്രകടിപ്പിച്ച ഇടത്ത് നമ്മൾ കൃത്യമായിട്ട് മണ്ണെടുത്ത് പരിശോധിച്ചു. പക്ഷെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഇനി റഡാറിനെ കുറിച്ച് അത് വിദഗ്ധരാണ് പറയേണ്ടത്. അതിന്റെ വിദഗ്ധർ തന്നെ അല്പം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്തതാണ്. ഇനി കൂടുതൽ പരിശോധന അവിടെ നടക്കുമോ എന്ന ചോദ്യത്തിന് അത് എല്ലാ വിഭാഗങ്ങളുമായിട്ട് കൂടിയാലോചിച്ച ശേഷം അത്തരത്തിൽ ഉള്ള ഒരു തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും നിർണായകമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. കാരണം ഈ ഒരു ഫയർഫോഴ്സാണ് ഈ ഒരു ദൌത്യത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന വിഭാഗം. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇനി അവിടെ പരിശോധന ഉണ്ടാകുമോ എന്ന് ഇന്ന് നമുക്ക് വ്യക്തമാക്കാനാകില്ല. പക്ഷേ അവിടെ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത്, പൂർത്തിയായിരിക്കുന്നത്. ഒരു ജീവന് നമ്മൾ നൽകുന്ന വിലയാണ് ഇതെല്ലാം തന്നെ. ഏതെങ്കിലും തരത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം ഈ ഒരു ദൌത്യത്തിന് മറ്റൊന്നും തന്നെ വേണ്ട. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക ആ ഒരു ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ മാത്രമായിരിക്കും, അല്ലാതെ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളുടെ പേരിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത ഉപയോഗിക്കാനാണ് ഇവിടെ സാധ്യമായ എല്ലാ പരിശോധനകളും ചെയ്തിട്ടുള്ളത്. നമ്മളടക്കമുള്ളവർ ഈ ഒരു ദൌത്യത്തിന്റെ കൂടെ ആദ്യ ദിനം മുതലുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈന്യം എടുക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ എടുക്കുന്ന റിസ്ക് നമ്മൾ കാണുന്നതാണ്. അവരുടെ ആത്മാർത്ഥത നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ആ സാധ്യതയെല്ലാം തന്നെ വിനിയോഗിക്കുന്ന പരിശോധിക്കുന്ന നടപടികൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നിരാശ നൽകുന്നത് അവിടെ ആരെയും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ്. പക്ഷേ ആ എടുത്ത എഫർട്ടിന്റെ പേരിൽ തന്നെ നമ്മൾ ഈ ഒരു എഫർട്ട് എടുക്കാൻ മനസ്സ് കാണിച്ചതിന്, അതിനെടുത്ത ഒരു റിസ്കിനെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. കാരണം അംഗീകരിക്കാതെ വയ്യ. അത് ഒരു ജീവന് നമ്മൾ നൽകുന്ന വിലയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനി ഇവിടെ രക്ഷാപ്രവർത്തനം ആ ഒരു മേഖലയിൽ ഇനിയില്ല. നാളത്തെ കാര്യം അടുത്ത ദിവസം തീരുമാനിച്ച് നടപ്പിലാക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്.
നമ്മുടെ സംവിധാനങ്ങളുടെ മികവാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്വഭാവമാണ്, രീതിയാണ്, അത് അനുവർത്തിക്കുന്ന ഒരു ശൈലിയാണ് നമ്മളിവിടെ കണ്ടത്. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം ഏറ്റവും മികച്ച തരത്തിൽ പൂർത്തിയാക്കണം എന്ന ഒരു ദൃഢനിശ്ചയമാണ് നമ്മുടെ സംഘത്തിനുള്ളത്. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു ഹാഫ് ചാൻസ് പോലും, കേവലമായ ഒരു ചാൻസ് പോലും ഇവിടെ എടുക്കാതിരിക്കുന്നില്ല. സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ 100% ഇവിടെ ആ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ട ആ കാഴ്ചകൾ. അതിന് ഈ ഒരു ഉദ്യോഗസ്ഥരെ നമ്മൾ രാവിലെ മുതൽ കാണുന്നവരാണ്. ഈ ഉദ്യോഗസ്ഥരിൽ പലരും രാവിലെ 6 മണി മുതൽ പല പല മേഖലകളിൽ അതികഠിനമായ തരത്തിലുള്ള ശാരീരിക അധ്വാനമുള്ള തെരച്ചിലും അതുപോലെ തന്നെ മുട്ടറ്റൻ ചളിയിലും വെള്ളത്തിലും ഭക്ഷണമോ വെള്ളമോ സമയത്ത് കിട്ടാതെ അത്രമാത്രം പ്രതിസന്ധികൾ നേരിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് ഇവരൊക്കെ. അവരൊക്കെ ഇത് കഴിഞ്ഞ് തിരിച്ചെത്തി ഈ ഒരു മിഷന് വേണ്ടി വീണ്ടും ഊർജ്ജസ്വലമായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജീവന് നൽകുന്ന വിലയാണ്, നമ്മൾ ജീവനോട് കാണിക്കുന്ന ബഹുമാനമാണ്, ആദരവാണ്. ഇതൊക്കെ തന്നെ എന്താണെങ്കിലും ഇവിടെ വാഹനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്, ഇരുട്ട് പരക്കുകയാണ്. നമുക്കും താഴേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമായി ഇന്ന് നടന്ന തെരച്ചിലിന്റെ ഒരു പൊതുചിത്രമാണ് നമ്മൾ കണ്ടത്. ഇന്ന് വളരെ ഊർജിതമായാണ് ഈ 3 മേഖലകളിലും 6 സോണുകളായി തിരിഞ്ഞുള്ള തെരച്ചിൽ നടന്നത്. അതിലേറെ നിർണായകമായ ഘട്ടമായി മാറിയത് മുണ്ടക്കയിൽ വൈകുന്നേരത്തോടുകൂടി ഒരു മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള തരത്തിൽ ഒരു റഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ റഡാർ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ അവിടെ തെരച്ചിൽ നടക്കുന്നു. 6 മണിയോടുകൂടി ആ തെരച്ചിൽ പൂർത്തീകരിച്ച് സംഘം മടങ്ങുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. ആ ജീവനായി അവിടെ മനുഷ്യനാകാം, മൃഗമാകാം, എന്തുമാകാം, പക്ഷെ അവിടെ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവിടെ 9:30 വരെ തെരച്ചിൽ നടന്നിരുന്നു. പക്ഷേ തെരച്ചിലിനൊടുവിൽ അതൊരു ഉഭയജീവി ആകാം എന്നുള്ള അനുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ദൗത്യസംഘം അവിടെ നിന്ന് മടങ്ങിയത്. ഇനി നമ്മൾ ചാലിയാറിലെ തെരച്ചിലേക്ക് കടക്കുകയാണെങ്കിൽ തെരച്ചിൽ നടത്തിയ ചാലിയാറിൽ നിന്നടക്കം കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇന്ന് കണ്ടെത്തുകയുണ്ടായി. തെരച്ചിൽ നാളെയും തുടരും. ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട് കാണാം. ഇന്ന് 10 അവശിഷ്ടങ്ങളടക്കം ശരീരഭാഗങ്ങളടക്കം 15ഓളം മൃതദേഹങ്ങളാണ് ഇന്ന് ചാലിയാർ പുഴയുടെ വിവിധ മേഖലകളിൽ നിന്നായി കിട്ടിയത്. ഇതിൽ തന്നെ കൈപ്പിനി ഭാഗത്ത് നിന്നായിരുന്നു ഇന്ന് ആദ്യത്തെ മൃതദേഹം ലഭിച്ചത്. പിന്നീട് ഇന്ന് 7:30 വരെ തിരച്ചിൽ തുടർന്നിരുന്നു. ഈ 7:30യോടുകൂടി മൃതദേഹങ്ങളടക്കം 15ഓളം മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചത്. ഒപ്പം തന്നെ ചാലിയാർ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ ഊർജിതമായി തിരച്ചിൽ നടന്നു. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ ഊർജിതമായി തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ വനം വകുപ്പ്, നേവി, പോലീസ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലെ ഈ ചാലിയാർ പുഴ കടന്നു പോകുന്ന പോത്തുകൽ, മുണ്ടേരി വനമേഖലയിൽ താമസിക്കുന്ന അവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാർ തുടങ്ങിയവർ ചേർന്നുകൊണ്ട് സന്നദ്ധമായി 10 ടീമുകളായി തിരിഞ്ഞ് ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. ഏകദേശം 40 കിലോമീറ്ററാണ് ചാലിയാർ പുഴ കടന്നു പോകുന്ന മേഖല. ഇവിടെ ഈ 5 കിലോമീറ്ററുകൾ ഇടവിട്ട് ഓരോ ടീമും നിന്ന് അങ്ങനെ ഒരു മൊത്തം അങ്ങനെയായിരുന്നു ഇന്ന് തിരച്ചിൽ ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ആയിരിക്കും തിരച്ചിൽ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുഴയിലായിരുന്നു കൂടുതലായി തിരച്ചിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മുതൽ അത് കൂടുതലായി വനമേഖലകളിലേക്ക്, അതുപോലെ പുഴയുടെ തീരങ്ങളിൽ വന്നടിഞ്ഞ അവശിഷ്ടങ്ങൾ, മരങ്ങൾ, കടപുഴകി വീണ് കുത്തിയൊഴുകി വന്ന മരങ്ങൾ, അതിനിടയിലൊക്കെയാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതലായി തിരച്ചിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മൺകൂനകളിൽ അതിനടിയിൽപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ചാലിയാറിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ സമയം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെയിൽ അടിക്കുമ്പോൾ ഈ മണ്ണ് ഉറച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്നും ഈ മണ്ണിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ മേഖലകളിലായിരിക്കും ഇനിയുള്ള തിരച്ചിൽ നടപടികൾ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മുണ്ടേരി ഫാമിനകത്തോട്ടുള്ള വനമേഖല, അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വന്ന് അടിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലോട്ട് കൂടുതൽ കാര്യമായി തിരച്ചിൽ ഉണ്ടാകും. ഇന്ന് ഇതുവരെ 15 മൃതദേഹങ്ങൾ അടക്കം ഇതുവരെ ചാലിയാറിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് 188 മൃതദേഹങ്ങളാണ്. ഇതിൽ 180 എണ്ണത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി.
9 എണ്ണം വയനാട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ള ഇന്ന് അടക്കം ലഭിച്ച മൃതദേഹങ്ങൾ പകുതിയിലധികവും ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ജീർണിച്ചതാണ്. ഈ മൃതദേഹം മുഴുവനായി ലഭിച്ചത് പോലും ജീർണിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ഇനി വയനാട്ടിലോട്ട് കയറ്റി അയക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനം. ഈ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെ ആയിരിക്കും ഇനി സംസ്കരിക്കുക. അതിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവ ഐഡന്റിഫൈ ചെയ്തിട്ടും ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ ആരുമില്ലാത്തത് അത്തരം മൃതദേഹങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഈ മൃതദേഹങ്ങളുടെ അവരുടെ വിശ്വാസപ്രകാരം ആചാരപ്രകാരം ഇവിടെ അടക്കം ചെയ്യും. അല്ലാത്തവ ബാക്കിയായും നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കും. ഒപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതും ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും ബന്ധുക്കൾ ഏറ്റുവാങ്ങാനുള്ളതും മാത്രമായിരിക്കും ഇനി മുതൽ വയനാട്ടിലോട്ട് അയക്കുക. ഇന്നടക്കം ലഭിച്ച മൃതദേഹങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് 188 മൃതദേഹങ്ങളിൽ 149 എണ്ണം മാത്രമേ ഇപ്പോൾ വയനാട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവ ഇനി ഇവിടെ തന്നെ സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയൊരു പ്രശ്നമുള്ളത് ഈ ചാലിയാർ പുഴ എന്ന് പറയുന്നത് പലരും ആ മേഖലയിലൂടെ കടന്നു പോകുന്ന പലരും കുടിവെള്ളത്തിന് വരെ ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ശുദ്ധജലമാണ് ആ പുഴയിലൂടെ വരുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അതിനായുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരടക്കം നമ്മോട് സൂചിപ്പിച്ചത്. ഇനി അതിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ അവർക്ക് കുടിവെള്ളത്തിനായുള്ള മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നടക്കം ഒരു തവണ തെരച്ചിൽ നടന്ന മേഖലകളിൽ കൂടി തന്നെയാണ് ഇന്ന് തെരച്ചിലുണ്ടായത്. പ്രത്യേകിച്ചും മുണ്ടേരി അതുപോലെ പോത്തുകൽ ഭാഗത്തൊക്കെ ഒരു തവണ തെരച്ചിൽ നടന്നതാണ്. വീണ്ടും ആ ഒരു പ്രദേശങ്ങളിൽ കൂടി തിരച്ചിൽ നടത്തും. ഒരു മൃതദേഹവും അല്ലെങ്കിൽ ഒരു അവശിഷ്ടവും പോലും ഇനി ഇല്ലെന്ന് ഉറപ്പാക്കും വരെ ഈ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വനം വകുപ്പ്, പോലീസ്, നേവി അത്തരം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര്, നാട്ടുകാര്, ആ മേഖലയിലുള്ള ആദിവാസികൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നത്തെ പോലെ തന്നെ കിലോമീറ്ററുകൾ ഇടവിട്ട് ഒരു നിശ്ചിത കിലോമീറ്ററുകൾ ഇടവിട്ട് പല ടീമുകളായി തിരഞ്ഞായിരിക്കും തിരച്ചിൽ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പറഞ്ഞിരിക്കുന്നത് ഈ പാറക്കെട്ടുകൾ നീക്കം ചെയ്യുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ജോലിയുമാണ്. ഈ പ്രവർത്തനങ്ങളിലാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ കൂടുതൽ മൃതശരീരങ്ങൾ ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അതീവ ദുഷ്കരമായി തുടരുകയാണ്. സാധാരണ ഇടങ്ങളിൽ ഈ മലഞ്ചെരിവുകളിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ പാറക്കെട്ടുകൾ പുറത്തേക്ക് വരുമെങ്കിലും ഇത്രയധികം വലിയ കൂറ്റൻ പാറക്കെട്ടുകൾ സാധാരണ താഴേക്ക് പതിക്കാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുരന്തമുഖത്തെ ഓർത്തെടുക്കാൻ റസീന ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ റസീനയുടെ അത്ഭുത അതിജീവനം പ്രചോദനത്തിന്റെ കഥ കൂടിയാണ്. കാണാം.
ചൂരിമലയിൽ നിന്നും ഈ ദുരിതത്തിന്റെ ആ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടുക മാത്രമല്ല, ഇവർ 4 അംഗ കുടുംബമാണ് റസീനത്തയുടെ. അതിൽ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഒപ്പം പോകുന്ന പോക്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ഒഴുകി വരികയായിരുന്ന 2 കുട്ടികളെ കൂടി രക്ഷപ്പെടുത്തിയ റസീനത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും. കാരണം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ ഒരു ദുരന്തം നേരിട്ടവർക്ക് മാത്രമേ അതിന്റെ ഭയാനകത കൃത്യമായിട്ട് മനസ്സിലാകൂ. അപ്പോഴാണ് സ്വന്തം കുട്ടികളെയും ഒപ്പം ഭർത്താവിനെയും മറ്റു 2 കുട്ടികളെയും കൂടെ ചേർത്തുകൊണ്ട് റസീനത്ത ആ ഒരു ദുരിതത്തെ നേരിട്ട്. നമുക്ക് റസീനത്തയിലൂടെ തന്നെ അതിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കാം. റസീനത്ത പറഞ്ഞോളൂ. കാരണം അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം മറ്റു 2 പേരെ കൂടെ 2 കുട്ടികളെ കൂടി രക്ഷിച്ചത്. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു വലിയ പ്രചോദനം തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു സമയത്തെ നേരിട്ടത്? ഞങ്ങള് 1:45 അപ്പോ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എന്തോ ഒച്ച കേൾക്കണെന്ന്. അപ്പൊ ഞങ്ങൾ നെറ്റി ഉണർന്ന് അപ്പോ പിന്നെ നോക്കിയപ്പോ വെള്ളം നല്ല പാച്ചല് വീടിന്റെ സൈഡ് മൊത്തം വെള്ളത്തിലാണ്. അപ്പോൾ പിന്നെ എന്റെ കുട്ടികളെ വിളിച്ചപ്പോഴത്ത് അകത്തേക്ക് വെള്ളം ആഞ്ഞടിച്ച് വന്ന് ചെളിയും വെള്ളം കൂടെ ഞങ്ങൾ കുടുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കട്ടിലിന്റെ മേലെ കയറി നിന്നപ്പോഴത്തേനും സൈഡിൽ നിന്ന് അൽമറ വന്നിട്ട് മേത്തേക്ക് വീണു. ഞങ്ങൾ ജാമായി. ഞങ്ങൾ ഫോണിൽ എല്ലാവരെയും വിളിച്ചു നോക്കി. ആരും ഫോണെടുക്കുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ ഭർത്താവ് ഞാൻ വിചാരിച്ചു പുറലോകം ഇനി കാണൂല എന്ന് വിചാരിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമ്മൾ 4 ആളുണ്ടല്ലോ, അപ്പം മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭർത്താവ് ലാസ്റ്റ് നമുക്ക് പോവുകയാണെങ്കിൽ പോട്ടെ, രക്ഷപ്പെടുകയാണ് പെടട്ടെ എന്നിട്ട് വള്ളത്തിലൂടെ ഞങ്ങൾ അങ്ങനെ അത് കയറി നീന്തി കറക്കിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് വഴിയിലൂടെ 2 കുട്ടികൾ ഒലിച്ച് വന്നിട്ട് ചളിയിൽ പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പുറത്തുനിന്നൊക്കെ കരയുന്നുണ്ട്, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ 2 കുട്ടികളെ ഞങ്ങൾ രക്ഷിച്ചിട്ട് കരക്ക് അങ്ങനെ റോഡിലേക്ക് എത്തി. അങ്ങനെ പിന്നെ നിങ്ങൾ ഈ റോഡിന്റെ ഇപ്പുറം വശത്തേക്കാണ് കടന്നത്. കാരണം നിങ്ങളുടെ വീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ശിവക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ സൈഡിലാണ് ഉള്ളത്. ഞങ്ങൾ എന്നിട്ട് നമ്മളെ പള്ളിയൊക്കെ അല്ലേ ആ ഭാഗത്തേക്കാണ് വന്ന് കയറിയത്. അവിടെ കുറെ ആൾക്കാരുണ്ടായി. അവര് ഈ കുട്ടികളെ ഞങ്ങളെ അടുത്തുനിന്ന് വാങ്ങി പോയി. പിന്നെ ഞങ്ങള് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് മുഖത്ത്. നല്ലൊരു സന്തോഷമുണ്ട്. ഒപ്പം ആ 2 കുട്ടികളെ കൂടെ ചേർക്കാനായത് അത് അതിലേറെ വലിയ സന്തോഷമാണ്. 2 കുട്ടികളെയും കൂടെ രക്ഷിച്ചത് ഭയങ്കര സന്തോഷം. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ആ ഒരു പുഴ കവർന്നെടുത്തു. എങ്കിൽ പോലും ആ രക്ഷപ്പെട്ടവർക്കുള്ള സന്തോഷം അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയവർക്കുള്ള സന്തോഷം വളരെ വലുതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെയൊക്കെ ആ വിഷ്വലൊക്കെ കണ്ടതാണ്. ആ ശിവക്ഷേത്രം നിന്ന സ്ഥലം, ആ അമ്പലം പൂർണ്ണമായിട്ടില്ലാതായി. ആ സ്കൂളിനോട് ചേർന്ന് ഇവരുടെ വീടൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഒരു മനോധൈര്യം കൊണ്ട് കുട്ടികളെയും എടുത്ത് മുന്നോട്ട് വെള്ളത്തിലൂടെ നീങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടി നൽകാനുള്ളത് ഇവരുടെ പുനരധിവാസത്തിൽ എങ്ങനെ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാവുമോ അങ്ങനെ പങ്കാളികളായി ഇവരെ തിരിച്ച് നേരത്തെ എങ്ങനെയാണോ ഇവരൊക്കെ ജീവിച്ചത് അതുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഷബീറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു. വീടുകൾ ഭൂരിഭാഗവും തകർന്നു. പലരെയും കണ്ടെത്താനായിട്ടില്ല. മുൻപ് എങ്ങനെയായിരുന്നു ഇവിടമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് സാഹചര്യം. പുഞ്ചിരിവട്ടത്തേക്കുള്ള വഴിയാണ് ഇനി ഏകദേശം 2 കിലോമീറ്ററോളം അവിടേക്കുണ്ട്. ഇത് മുണ്ടിക്കയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ വലിയ രീതിയിലുള്ള സന്നാഹം, വിപുലമായ പരിശോധനയാണ് നടക്കുന്നത്, തെരച്ചിലാണ് നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ പോലും വളരെ തീർത്തും സൂക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ്. എവിടെയും ചെളിയിൽ കാലുകൾ പുതഞ്ഞു പോകാവുന്ന അവസ്ഥയിൽ അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇവിടെയെങ്കിലും വഴി ഉണ്ടായിരുന്നു പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്ക് ആ ഉരുൾപൊട്ടി ഒഴുകിയതോ അല്ലെങ്കിൽ ആ പുഴയുടെ ഭാഗമാണ്. കാരണം ഇവിടെ പ്രദേശവാസികൾ പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ഇതിന്റെ എതിർവശത്തല്ല, ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ഒരു ചെറിയ പുഴ ഒഴുകിയിരുന്നത്. അതാണ് ഇത്രയധികം വലിയ വിസ്തൃതിയിൽ പിന്നീട് വലിയ ഉരുൾപൊട്ടൽ വന്നപ്പോൾ അങ്ങനെ മാറി ഒഴുകിയത്. നമ്മൾ ഈ കോളനിയിലേക്ക് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോളനിയിലേക്ക് വരുന്ന റോഡാണിത്. ഈ പുഞ്ചിരിമട്ടം കോളനിയിൽ ഒരുപാട് വീടുകൾ, ചെറിയ 5 സെന്റ് 10 സെന്റ് അതുപോലെ തൊഴിലാളികൾ അടങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ചൂരമല കഴിഞ്ഞ പിന്നെ പുഞ്ചിരിമട്ടാണ് കുറെ കൂടുതൽ വീടുകളുള്ള സ്ഥലം. എത്ര വീടുണ്ടായിരുന്നിരിക്കും ഇവിടെ? ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 10-60 വീടിനടുത്ത്
കാണും ഈ ഭാഗത്ത്. 60 വീടിന്റെ ഇതിനപ്പുറത്തേക്കൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വലിയ റിസോർട്ടുകളാണ്. ഇത് ഗവൺമെന്റ് 4 സെന്റ് വീതം 5 സെന്റ് വീതമൊക്കെ മിച്ചഭൂമി കൊടുത്തൊരു ഭാഗമാണിത്. ഇതിന്റെ മോൾഭാഗത്ത് നമ്മൾ പൊട്ടിയ ഭാഗത്തേക്ക് ജനവാസം ഇല്ലാത്തൊരു ഭാഗമാണ്. ആ മോൾഭാഗത്ത് നിന്നുള്ള ആ മണ്ണ് വന്നിട്ടാണ് ഇങ്ങോട്ട് കടിച്ച് ഇവിടെ വാഷ് ഔട്ട് ചെയ്ത് താഴോട്ട് പോയിട്ടുള്ളത്. ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു അല്ലെ? വീടുകൾ വാഹനങ്ങളൊക്കെ ഉണ്ട്. വരുമ്പോഴുടെ കാറിന്റെയും ജീപ്പിന്റെയൊക്കെ ഭാഗങ്ങൾ അവിടെ ഉണ്ട്. ആ കവുങ്ങിന്റെ താഴെ ഇവിടെ ഓടിയിരുന്ന ഈ ഭാഗത്തേക്ക് റിസോർട്ടിലേക്ക് വന്നിരുന്ന വാഹനങ്ങളും അത്തരം വാഹനങ്ങളൊക്കെ ഇവിടെ നിരവധി ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ പറയണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ പറയണമെങ്കിൽ ഏറ്റവും പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. ജനവാസയോഗ്യം അല്ലെങ്കിൽ പോലും ഇവിടെ പ്രകൃതി ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്തു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത് കൂടാതെ ഈ മരിച്ചുപോയുള്ള ആളുകൾ വീട് പോയുള്ള ആളുകളൊക്കെ ഇവിടെ തന്നെ സ്ഥിരതാമസമുള്ള താഴെ എസ്റ്റേറ്റുകളിൽ താമസിക്കുന്ന വ്യക്തികളാണ്. ഇവിടെ താമസിച്ച് താഴെ ജോലി ചെയ്യുന്ന ആളുകളും ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന കർഷകരുമാണ്, തൊഴിലാളികളാണ്. ഇവിടുന്ന് ഒരുപാട് ആളുകൾ താമസിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പോലും ചില സ്ഥലങ്ങളല്ലാതെ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല ഈ അവസ്ഥ. ഞങ്ങൾ ഇവിടെ വാഷ് ഔട്ട് പോയി ഇവിടെ ഇവിടെ കാണുന്ന ചാനലിൽ നമ്മൾ കാണുന്ന ക്യാമറയ്ക്ക് പുറകിൽ മുൻപിലും കാണുന്ന വീടുകളെ പോലെ ഇവിടെയൊക്കെ ഒരുപാട് കോളനി വീടുകൾ ഉണ്ടായിരുന്നതാണ്. കുറെ മുമ്പ് ഇവിടെ കുറഞ്ഞ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഒരുപാട് ആളുകൾ, കൂടുതൽ ആളുകൾ വന്നിട്ട് വീടുകൾ പോലും ഇടിച്ചു നിരന്ന് ഒലിച്ചു പോയ അവസ്ഥയിലാണ്. അതെ, ഇവിടെ നമ്മൾ കാണുന്നത് 2 നില വീടാണ് കാണുന്നത്. 2 നില വീട്, അതിന്റെ അടിഭാഗം വേറെ യൂസ് ചെയ്യുന്ന മോൾ ഭാഗം, അതിന്റെ അപ്പുറത്തെ ഭാഗമുള്ള വീടുകളൊക്കെ പോയതാ. താഴെയൊക്കെ വീടായിരുന്നു. അതിന്റെ താഴെ വീട് അവിടെ ബേസ്മെന്റ് കാണുന്ന, അവിടെ ഒരു ജീപ്പ് കാണുന്നില്ലേ, അതിനടുത്ത് കാണുന്ന ബേസ്മെന്റ് ഇല്ലേ, മുകളിൽ ബേസ്മെന്റ്, കിണർ കാണുന്ന ബേസ്മെന്റ് കാണുന്ന, അപ്പുറത്ത് വീടിന്റെ ബേസ്മെന്റ് കാണുന്ന, ഇത് വാഷ് ഔട്ടായി പോയി. ഇവിടെ ഉള്ളത് വാഷ് ഔട്ട് പോയതാ. ഇവിടുന്ന് പൂർണ്ണമായിട്ട് ആളുകൾ നേരത്തെ മാറ്റിയിരുന്നല്ലോ അല്ലേ? ആദ്യം തന്നെ ആളുകൾ ഇവിടുന്ന് നേരത്തെ മാറ്റിയിരുന്നല്ലോ. ആളുകളെ പൂർണ്ണമായിട്ട് മാറ്റിയിരുന്നില്ലല്ലോ. ഇതിന് ശേഷം എയർ ലിഫ്റ്റ് ചെയ്തത് ഇവിടെയുള്ള ആളുകളാണ് അധികം എയർ ലിഫ്റ്റ് ചെയ്തത്. റിസോർട്ടുകളൊക്കെ ഒരുപാട് മുകളിലുണ്ടെന്ന് ഇവിടെ 2 പ്രൈവറ്റ് കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന 2 വ്യക്തികളുടെ ഫാമുകളാണ്, ഫാം ഹൗസുകളാണ്. 2 നമ്മളെ തൊട്ട മുൻപിൽ കാണുന്ന വലിയ ഫോറസ്റ്റ് പോലെ തോന്നുന്ന ഭാഗം ഈ ഭാഗത്തല്ലേ? ആ ഭാഗത്ത് ഇങ്ങ് വരാം. ആ കാണുന്നതൊക്കെ അതിലേക്കുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കൂടിയാണ് ഈ കാണുന്ന റോഡ്. മോഹൻലാലിന്റെയും നടൻ വിക്രമിന്റെ എന്നൊക്കെ പറഞ്ഞു. അതെ, ആ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സ്ഥലങ്ങളാണത്. അത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് നമ്മൾ ചൂരമല മുണ്ടക്കായ് ഭാഗത്തുകൂടെ മോൾ ഭാഗത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതേ വഴി പുഞ്ചിരി മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇങ്ങനെ വീണ്ടും ഒരു വഴി ഉണ്ടായിരുന്നു, ചെറിയ വഴി. ഇത് എവിടത്തേക്കുള്ള ചെറിയ വഴികൾ ഉണ്ടായിരുന്നു. പുഞ്ചിരി മട്ടം എത്തിക്കഴിഞ്ഞു നമ്മൾ. അവിടെ തന്നെയാണ്, അവിടുത്തെ പ്രധാന സ്ഥലമാണിത്. ഇതിന് മുകളിലേക്കും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അവിടെ ജനവാസ മേഖല കുറവാണ്. ഈ ഭാഗത്താണ് കൂടുതലും ഇവിടെ ആളുകൾ താമസിച്ചിരുന്നത്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ റോഡ് ഇവിടെ ഇതുവഴി ഉള്ള റോഡ് ഇവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. ഇതിന്റെ ഇടതുവശത്തേക്ക് താഴേക്ക് നമ്മൾ നേരത്തെ നടന്നു വന്ന റോഡെന്ന് തോന്നിക്കാത്ത ആ പാറക്കല്ലുകൾ, കൂറ്റൻ പാറക്കല്ലുകൾ അടിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് വഴിയും ഒരു ചെറിയ റോഡുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു റോഡ് ഉണ്ട് എന്ന് പോലും തോന്നാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരു കോൺക്രീറ്റ് റോഡ്, ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ ആളുകൾക്ക് എത്താനെങ്കിലും വേണ്ടി പ്രകൃതി തന്നെ ബാക്കി വെച്ചതാകാം അങ്ങനെ ഈ ഭാഗത്ത് ചെറിയൊരു ഭാഗമെങ്കിലും വണ്ടികൾ, ജീപ്പൊക്കെ ഇവിടെ വരുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തെ ബാക്കി പത്രമാണ് നമ്മൾ കണ്ടത്. എന്തായാലും വയനാട് ദുരന്തത്തിൽ ഇന്ന് ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ 338 ജീവനുകളാണ് ഇതുവരെ പൊലിഞ്ഞത്. ഇനിയും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽമലയിലുമായി 200-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളാണ് ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4ാം നാൾ അതീവ വിപുലമായിട്ടുള്ള ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് NDRFന്റെയും സൈന്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കയും ചൂരൽമലയും ഇതേപോലെ തന്നെ പുഞ്ചിരിമട്ടവും ഒക്കെ 6 സോണുകളായി തിരിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരുന്നു ഇന്ന് നടന്നത്. അതേസമയം തന്നെ ചാലിയാർ പുഴയിലും ഒക്കെ തെരച്ചിൽ ഊർജിതമായി ഇന്ന് നടക്കുകയുണ്ടായി. ചാലിയാർ പുഴയിൽ മാത്രം 178 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഒരു പോസിറ്റീവ് സിഗ്നൽ നമുക്ക് ലഭിച്ചത്. മണ്ണിനടിയിൽ മുണ്ടക്കയിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ട് എന്ന് റഡാർ സിഗ്നൽ ലഭിക്കുന്നു. അവിടെ വളരെ ഊർജിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. മണ്ണ് മാന്തി ആ ജീവൻ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ജീവനെ പുറത്തെടുക്കാനുള്ള പരിശ്രമങ്ങൾ പരമാവധി നടത്തി. പക്ഷേ 9:30 ആ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ആ തെരച്ചിൽ പൂർണ്ണമായും വിഫലമായി എന്ന് തന്നെ പറയാം. കാരണം മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ ജീവനല്ല, ഒരു ഉഭയജീവി ആകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും തെരച്ചിൽ ഇന്നത്തേക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും ഊർജിതമായ തെരച്ചിൽ വയനാട്ടിൽ ഈ ദുരന്ത ഭൂമിയിൽ
താഴേക്ക് ഒഴുകുകയും ചെയ്യുന്നത്. 331 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്.